الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ സൃഷ്ടാവും രക്ഷിതാവും നാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചും സൂക്ഷിച്ചും തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ സക്കാത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞത്. ദീനുൽ ഇസ്ലാമിൻ്റെ 5 തൂണുകളിലെ മധ്യത്തിലുള്ള തൂണാണ് സമ്പത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ്. ആ അമാനത്ത് എങ്ങനെ ചെലവഴിച്ചു എന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ നാളെ സമാധാനം പറയേണ്ടി വരും. അതിലേറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്, അതിൻ്റെ ഹക്കാണ്. ഒരു നിശ്ചിത തോത് എത്തിക്കഴിഞ്ഞാൽ, നിസാബ് എത്തിക്കഴിഞ്ഞാൽ, കാലം തികഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം, അതിലെ നിശ്ചിത ഭാഗം അതിൻ്റെ അവകാശികളായ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പം ആ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാവണം. അതുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ, അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു അനുബന്ധമായി കുറച്ചുകൂടി കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. സക്കാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം, ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. സക്കാത്താണ്. സക്കാത്ത് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ സക്കാത്ത് എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇസ എന്ന അക്ഷരം മലയാളത്തിൽ എഴുതാൻ പറ്റില്ല. സക്കാത്താണ്. സക്കാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം സംസ്കരണം, വളർച്ച. പ്രധാനപ്പെട്ട 2 അർത്ഥങ്ങളാണ്. ശുദ്ധീകരണം അല്ലെങ്കിൽ വളർച്ച. ഈ 2 അർത്ഥങ്ങളാണ് സക്കാത്തിന് ഉള്ളത്. ഈ വാക്കിൻ്റെ 2 അർത്ഥങ്ങളും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സക്കാത്തിൻ്റെ ലക്ഷ്യം? സക്കാത്തിന് 2 ലക്ഷ്യങ്ങളാണ്. ഒരു ലക്ഷ്യം ഈ സക്കാത്ത് കൊടുക്കുന്ന ആളുടെ ശുദ്ധീകരണമാണ്. അയാളുടെ ആത്മീയമായ ശുദ്ധീകരണവും അയാളുടെ സമ്പത്തിൻ്റെ ശുദ്ധീകരണവും. സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നത് അയാൾ അതിലുള്ള ഹക്ക് മാറ്റിവെച്ചുകൊണ്ട് അത് കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത് മുഴുവൻ മലിനമാവും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മീയമായ ശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സമ്പത്തിനോട് പിടുത്തമുണ്ട്, മാനസികമായ ഒരു അഭിവാഞ്ചയുണ്ട്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ എന്നൊക്കെ പറഞ്ഞ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഭൗതികമായ കാര്യങ്ങളോട്, പ്രത്യേകിച്ചും സമ്പത്തിനോടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടും മനുഷ്യൻ്റെ മനസ്സിൽ പ്രത്യേകമായ ഒരു അഭിവാഞ്ചമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. അതിനോടുള്ള വല്ലാത്ത ഒരു ആർത്തി തന്നെ ഒരുപക്ഷെ മനുഷ്യർക്കുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആർത്തിയും ദുർമോഹങ്ങളും മനുഷ്യനെ നശിപ്പിക്കും. അതുകൊണ്ട് അത്ര പാടില്ല. സമ്പത്തെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ധനം എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാനം എന്താണെന്നും
അതിനെ എങ്ങനെ വെക്കണമെന്നും എവിടെ വെക്കണമെന്നും മനുഷ്യൻ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി അത് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് അവനെ നശിപ്പിക്കും. അപ്പൊ സക്കാത്ത് കൊടുക്കുന്ന ഒരാൾ അയാളുടെ പണത്തിൽ നിന്ന് സക്കാത്ത് ഒരു നിശ്ചിത സംഖ്യ അധ്വാനിച്ചുണ്ടാക്കിയ, കച്ചവടം ചെയ്ത്, കൃഷി ചെയ്ത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രൂപത്തിൽ അയാളുടെ അധ്വാനം കൊണ്ട് അയാൾക്ക് ഉണ്ടായ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം കൊടുക്കുമ്പോൾ അയാൾക്ക് ഇതിനോടുള്ള ഈ പറഞ്ഞ അതിരുകവിഞ്ഞ ഒരു സ്നേഹത്തെ, ഒരു പ്രേമത്തെ അയാൾ ഇല്ലായ്മ ചെയ്യുന്നു എന്നാണ്. അങ്ങനെ അയാൾ ശുദ്ധീകരിക്കപ്പെടുന്നു ആത്മീയമായി എന്ന്. അപ്പോൾ വ്യക്തിയുടെ ഈ ശുദ്ധീകരണം, സമ്പത്തിന്റെ ശുദ്ധീകരണം, അത് സക്കാത്തിന്റെ ഒരു ലക്ഷ്യമാണെങ്കിൽ രണ്ടാമത്തെ ലക്ഷ്യം വളർച്ച എന്നാണ്. ആ വളർച്ചയും യഥാർത്ഥത്തിൽ സക്കാത്ത് നൽകുന്ന ആളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഭാഗമുണ്ട് എന്ന് പറഞ്ഞാൽ, സക്കാത്ത് കൊടുക്കുന്നത്, സക്കാത്ത് നൽകുക വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുക വഴി ആ സമ്പത്തിൽ വളർച്ചയുണ്ടാകുമെന്നതാണ്. വളരുകയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ നമ്മളെ ഒരു ചൊല്ലുണ്ട്, ഈ കോരുന്ന കിണറ്റിലാണ്, മുക്കുന്ന കോരുന്ന കിണറ്റിലാണ് അതിന് വളർച്ച ഉണ്ടാവുക, മാത്രമല്ല ആ വെള്ളം ശുദ്ധിയായിരിക്കാം. ഇല്ലെങ്കിൽ അത് വെറുതെ നിന്ന് കെട്ടുപോവുകയും ഇല്ലാതായി പോവുകയും ചെയ്യുന്നൊരു ചൊല്ലുണ്ട്. അത് വളരെ ശരിയാണ്. ഒരു മനുഷ്യൻ സക്കാത്ത് കൊടുത്താൽ അല്ലെങ്കിൽ ധർമ്മം ചെയ്താൽ, ദാനം കൊടുത്താൽ പോകും എന്ന് തീരും എന്ന് പറയുന്നത് പൈശാചിക ചിന്തയാണെന്നാണ്. അശ്ശൈത്താനു യഅ്ദുകുമുൽ ഫഖർ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. കൊടുത്താൽ പോകും, തൊലഞ്ഞു പോകും, നഷ്ടപ്പെട്ടു പോകും, നിനക്ക് ഇല്ലാതായി പോകും എന്നൊക്കെ നിന്നെ ഇങ്ങനെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിശാചാണ്. ആ പിശാച് അങ്ങനെ പറയുന്നു എന്ന് മാത്രമല്ല, മ്ലേച്ഛമായ കാര്യങ്ങൾ, വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യാൻ നിന്നോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൈശാചിക ചിന്തയാണ് കൊടുത്താൽ പോകുന്നുള്ളത്. കൊടുത്താൽ പോവുകയല്ല ചെയ്യുക, കൊടുത്താൽ വളരുകയാണ് ചെയ്യുക, കൊടുത്താൽ ഉണ്ടാവുകയാണ് ചെയ്യുക, വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പൊ സക്കാത്ത് എന്ന് പറയുന്നത് വർധന എന്നൊരർത്ഥത്തിൽ ഈ സക്കാത്ത് കൊടുക്കുന്ന ആളുടെ സമ്പത്തും അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഐശ്വര്യങ്ങളും അയാൾ അതിന്റെ കൃത്യമായ ഹക്ക് നിർവഹിച്ച് കൊടുത്ത് വീട്ടുമ്പോൾ അത് വളരുന്നു. അത് വേറൊരു ഭാഗമാണ്. അതും അതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് മനസ്സിലാക്കാം. നാലാമത് പറയുന്ന സംഗതി, രണ്ട് ലക്ഷ്യങ്ങൾ. രണ്ടാമത് പറഞ്ഞ ഈ വളർച്ച എന്ന് പറഞ്ഞതിൻ്റെ സമൂഹത്തുമായി ബന്ധപ്പെട്ടതാണ്. സമൂഹത്തിന്റെ വളർച്ച, സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് സക്കാത്ത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്, നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിൽ എല്ലാ ആളുകളും എല്ലാം ഒരേ തരക്കാരായിരിക്കില്ല. എല്ലാവരും ഒരേ ബുദ്ധിയുള്ളവരല്ല, എല്ലാവരും ഒരേ കായികക്ഷമതയുള്ളവരല്ല, എല്ലാവരും ഒരേ ആരോഗ്യമുള്ളവരല്ല, എല്ലാവരും ജീവിക്കുന്ന ഭൂപ്രകൃതി എല്ലാം ഒരുപോലെ ആയിരിക്കില്ല. ഇങ്ങനെ എല്ലാം വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾക്ക് അനുകൂല സാഹചര്യം ഉണ്ടാവും, ഈ പറഞ്ഞ എല്ലാം കൊണ്ട് നല്ല ബുദ്ധി ഉണ്ടാവും. നല്ല ബുദ്ധി ഉണ്ടായിട്ട് അവൻ പഠിച്ചു ഉയർന്നു വളർന്ന് വലിയ അവസ്ഥയിലും. ചില ആൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, ആ ആരോഗ്യം ഉപയോഗപ്പെടുത്തിയിട്ട് അയാൾ ഉയർന്നു വളർന്ന ഒരു അവസ്ഥയിലേക്ക് ആൾക്ക് എത്താൻ പറ്റും. വേറൊരാൾക്ക് നല്ല അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും, കാർഷികമായും അല്ലെങ്കിൽ പ്രകൃതിപരമായും ഒക്കെ അനുകൂലമായ ഒരു സാഹചര്യമായിരിക്കും. അപ്പൊ അയാൾക്ക് അത് ഉപയോഗപ്പെടുത്തി വളരാൻ സാധിക്കും. വേറെ ചില ആളുകൾക്ക് അത് അത്ര ഉണ്ടാവില്ല. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അവസ്ഥ ഉണ്ടാവും. അപ്പൊ മനുഷ്യർ ഈ വ്യത്യസ്ത അവസ്ഥകളിൽ ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രകൃതി ഇങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ടും വ്യത്യസ്ത അവസ്ഥയിൽ മനുഷ്യരുണ്ടായിരിക്കും. അപ്പോൾ ചില ആളുകൾക്ക് അനുകൂല സാഹചര്യവും അള്ളാഹുവിന്റെ അനുഗ്രഹവും കൂടി കുറച്ച് പറഞ്ഞ രൂപത്തിൽ മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാകും. ചിലർക്ക് എത്താൻ പറ്റില്ല. ചിലർ കുറേ പുറകോട്ട് പോകും, വളരെ താഴ്ന്നൊരവസ്ഥയിൽ, അല്ലെങ്കിൽ വളരെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് അനീതിയാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് സാമ്പത്തിക നീതി സമൂഹത്തിൽ പുലരണമെന്നാണ്. അടിവരായിട്ട് മനസ്സിലാക്കണം. സാമ്പത്തിക നീതി, സാമ്പത്തിക സമത്വം എന്നല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ഒരേ കാർ, എല്ലാവർക്കും ഒരേ വീട്, എല്ലാവർക്കും ഒരേ ഭക്ഷണം, എല്ലാവർക്കും ഒരേ വസ്ത്രം എന്ന് പറയുന്ന ഒരു സമത്വത്തെ കുറിച്ചുള്ള ഒരു അന്തം കെട്ട കാഴ്ചപ്പാടുണ്ട്. അതൊന്നും പ്രായോഗികമല്ലെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. ചില ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ നടക്കില്ല. പക്ഷെ നീതി നടപ്പിലാക്കണം. സാമ്പത്തിക നീതി എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ളവർ സുഖാഡംബരങ്ങളിൽ മുഴുകി ജീവിക്കുകയും ഇല്ലാത്തവൻ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവന്റെ ജീവിതാവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ, ഇത് അനീതിയാണ്. അങ്ങനെ അനീതി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ സമ്പത്തുള്ളവർക്ക് സ്വാഭാവികമായും അവരുടെ സാമ്പത്തിക സൗകര്യത്തിനനുസരിച്ച ഒരു ജീവിതം അവർക്കുണ്ടാകാൻ പരിധി വിട്ടു പോകാൻ പാടില്ല. ധൂർത്തിന്റെ ദുർവ്യയത്തിന്റെ പരിധിയിലേക്ക് പോകാൻ പാടില്ല. എന്നാൽ പോലും അവർക്ക് അത് പരിധി പാലിച്ചുകൊണ്ടുണ്ടാവാം. പക്ഷേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, നേരത്തെ പറഞ്ഞ പല കാരണങ്ങളാൽ, ഏതെങ്കിലും ഒരു കാരണത്താൽ പിന്നോക്കം പോയി കിടക്കുന്നവനെ ആ പതിതാവസ്ഥയിൽ, പാഴ്ചേറിൽ അവൻ അമർന്നു പോകുന്ന, താഴ്ന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അതിനാണ്.
അപ്പൊ അവനെ കൈപിടിച്ചുയർത്തുക, വളർത്തുക, അതാണ് സക്കാത്തിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ സക്കാത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തിനെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഊന്നിപ്പറഞ്ഞ കാര്യം എന്ന് മനസ്സിലാക്കണം. അപ്പൊ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രസിദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഇങ്ങനെയാണ്: ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അവരുടെ സമ്പത്തിൽ നിന്ന് അവരുടെ സക്കാത്ത് എടുക്കുക, പിടിച്ചെടുക്കുക. ഖുദ് എന്നാ പറഞ്ഞിരിക്കണം, പിടിച്ചെടുക്കാനാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? അതുവഴി അവരെ സംസ്കരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണം. വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന സ്വലാത്തക സക്കനുൻ ലഹും, താങ്കളുടെ പ്രാർത്ഥന അവർക്ക് വലിയ സമാധാനം നൽകും. വല്ലാഹു സമീഉൻ അലീം, സൂറത്ത് തൗബയിലെ 103-ാമത്തെ ആയത്തിൽ. അപ്പൊ ഇവിടെ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, നമ്മൾ പറഞ്ഞില്ലേ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ: വ്യക്തിപരമായ ശുദ്ധീകരണം, സമ്പത്തിന്റെ ശുദ്ധീകരണം, ഒരു മനുഷ്യന്റെ ആത്മീയമായ ശുദ്ധീകരണം, അതുപോലെ തന്നെ സമൂഹത്തിന്റെ, വ്യക്തിയുടെ വളർച്ച, സമൂഹത്തിന്റെ വളർച്ച. ഇതാണ് സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട കാര്യം. അപ്പൊ ഇതാണ് ഇതിന്റെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടാൻ ഇത് ഏത് രൂപത്തിൽ വിനിയോഗിക്കപ്പെടണം? ഇപ്പൊ അത് വലിയൊരു ചർച്ച കുറെ കാലമായിട്ട് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു ചർച്ച ഉണ്ട്, സംഘടിത സക്കാത്ത്. അത് വലിയൊരു കുഴപ്പം പിടിച്ച പണിയാണ്, അത് ശരിയല്ല, അത് ഹറാമാണ്, അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെയുള്ള ഫത്വകൾ പല ഭാഗങ്ങളിൽ നിന്ന് വരികയും വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം നമ്മൾ ഒരിക്കലെങ്കിലും ഇത് ശ്രദ്ധിക്കാതെ ആളുകൾ പോയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സക്കാത്തിന്റെ ശരിയായ രീതി എന്താണ് എന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് അത് പറയാനോ, സക്കാത്തിന്റെ ശരിക്കുള്ള ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മനസ്സിലായിട്ടും അത് പറയാനോ തയ്യാറില്ലാതെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വഴിതെറ്റിച്ചു വിടുന്ന പ്രവർത്തനം, എന്താണ് അവരതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ സക്കാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി എങ്ങനെയാ സക്കാത്ത് നടപ്പിലാക്കി? സക്കാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി നടപ്പിലാക്കിയ സംഘടിതമായിട്ടാണ്. ഒറ്റക്കൊരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുന്ന പരിപാടി ഇസ്ലാമിലില്ല. ഒറ്റക്കൊരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുന്ന പരിപാടി ഇസ്ലാമിലില്ല. അപ്പോൾ ഇവർ പറയാം അത് ശരിയാണ്, അത് ഞങ്ങളും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിക ഭരണം എവിടെ? റസൂൽ എവിടെ? ഖലീഫമാരെവിടെ? അമീറുൽ മുഅ്മിനീൻ എവിടെ? അവരുടെ കാലമാണെങ്കിൽ അതൊക്കെ അങ്ങനെ പറ്റൂ. അങ്ങനെയുള്ള അമീറുൽ മുഅ്മിനീനും ഇസ്ലാമിക രാഷ്ട്രവും വ്യവസ്ഥയുള്ള ഒരു സമയത്ത് ഒരാൾ പറയാം എൻ്റെ സക്കാത്ത് ഞാൻ സ്വന്തം കൊടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ വീടൂല. ആ സക്കാത്താവൂല, അയാൾക്ക് അതിന് അവകാശമില്ല. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ചില ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി മരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. ആ സമയത്ത് അവിടെ കുറെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? ആഭ്യന്തര പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് സക്കാത്ത് നിഷേധമായിരുന്നു. സക്കാത്ത് നിഷേധം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കുറെ ആളുകൾ, ചില ഗോത്രങ്ങൾ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ സക്കാത്ത് തരൂല. സക്കാത്ത് തരൂല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്നല്ല, സക്കാത്ത് നിങ്ങളെ ഏൽപ്പിക്കൂല, താങ്കളെ ഏൽപ്പിക്കൂല, ഞങ്ങൾ ബൈത്തുൽ മാലിൽ അടക്കൂല, പൊതു ഖജനാവിലേക്ക് തരൂല, അമീറിനെ ഏൽപ്പിക്കൂല, ഖലീഫയെ ഏൽപ്പിക്കൂല, അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അതെങ്ങനെ നിസ്കരിക്കുന്നു, നമസ്കാരം നിലനിർത്തുന്ന, ദീനിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പാലിക്കുന്ന ആളുകളോട് യുദ്ധം ചെയ്യുന്നു? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വല്ലാഹി ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈന സകാത്തി വസ്സലാത്തി വസ്സകാത്ത്, സക്കാത്തിന്റെ നമസ്കാരത്തിന്റെ ഇടയിൽ അതിന്റെ ശരിയായ രൂപത്തിൽ മാറ്റം വരുത്തുന്ന ആരുണ്ടെങ്കിലും ഞാൻ അവരോട് യുദ്ധം ചെയ്യും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ധീരമായി പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ശരിയാണ്, ഞാനും താങ്കളോടൊപ്പം ഉണ്ടെന്ന്. അവിടെ യുദ്ധം ഉണ്ടായി എന്നാണ്. യുദ്ധം ഉണ്ടായി എന്ന് മാത്രമല്ല, യുദ്ധത്തിൽ ഈ സക്കാത്ത് നിഷേധികൾ അവസാനം അവർ പരാജയപ്പെട്ടു. അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ തന്നോളാം, ഞങ്ങൾ തോറ്റിരിക്കുന്നു, ഞങ്ങൾ പിൻവാങ്ങാം, ഞങ്ങൾ സക്കാത്ത് അങ്ങേ അല്ലെങ്കിൽ ബൈത്തുൽ മാലിൽ ഞങ്ങളെ ഏൽപ്പിക്കാം. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം ചരിത്രത്തിലുണ്ട്, അത് മാത്രം പറഞ്ഞാൽ പോരാ. ഈ യുദ്ധത്തിൽ ഇവിടെ മനുഷ്യനാശം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആളുകൾ മരിച്ചു, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആളുകൾ മരിച്ചു. നിങ്ങളുടെ ഭാഗത്തുനിന്ന് മരിച്ചവർ അനിസ്ലാമിക മരണമാണ് മരിച്ചതെന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മരിച്ചവർ ഇസ്ലാമിന്റെ ഒരു സ്തംഭം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷികളാണ് എന്നുകൂടി നിങ്ങൾ പ്രഖ്യാപിക്കണം, എന്നാലും യുദ്ധം നിർത്തും. അവരെ കൊണ്ട് അങ്ങനെ പ്രഖ്യാപിപ്പിച്ചു അല്ലെങ്കിൽ പറയിപ്പിച്ചു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഇതിന്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ഇത് വ്യക്തികൾക്ക് കൊടുക്കാൻ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോക്കൂ, എത്ര മനോഹരമായ സംവിധാനമാണെന്ന് ഉണ്ടാക്കിയെന്നറിയും. ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു, സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ. എന്നിട്ട് കിതാബു സക്കാത്ത്, ബാബു സക്കാത്ത്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇതിന് പ്രത്യേക അധ്യായങ്ങളുണ്ടല്ലോ. ആ അധ്യായങ്ങളിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പലപ്പോഴും രസകരമായ പല സംഭവങ്ങളും നമുക്കതിൽ കാണാൻ പറ്റും. ഓരോ ഹദീസുകളിലൊക്കെ ആളുകൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, അതായത് ഒരു ഒട്ടകത്തിന്റെ ഒരു വലിപ്പമുള്ള ഒട്ടകമാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ അതിന് വലുതേ തരൂ.
അതിലും വലുത് ഞങ്ങൾ വാങ്ങില്ല. തിരിച്ചു വന്നാണ്ട് റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തരേണ്ടതിനേക്കാളും വലുത് തരുന്നു, ഞങ്ങൾ വാങ്ങാതെ പോകുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത് മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. നോക്കൂ, ഇത് ഉദ്യോഗസ്ഥന്മാരാണ്. കൃഷിയുടെ കാർഷിക വിളകളുടെ കണക്കെടുക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് വേണം ഇവിടെ കണക്ക് കൊണ്ടുവരാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുത്തു. കാരണം എന്താ അറിയോ, നിങ്ങളുടെ കണക്കെടുപ്പിന് ശേഷവും പിന്നെയും അതിൽ കൊഴിഞ്ഞു പോക്കും അതിന് നാശമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കർഷകർക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, നഷ്ടം ഉണ്ടാകാൻ പാടില്ല. പിന്നെ അങ്ങനെ പല സംഗതി. ഒരാൾ സക്കാത്തിന് പിരിച്ചു കൊണ്ടുവന്നിട്ട് ബൈത്തുൽ മാലിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. എന്നിട്ട് പിന്നെ നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു ചെറിയ കിഴിയുണ്ട്, കേട്ടിട്ടുണ്ടാവും, ചെറിയൊരു കിഴി. ഇതെന്താന്ന് ചോദിച്ചു. ഇതെനിക്ക് ഒരാൾ ഹദിയ തന്നതാന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു പറഞ്ഞു, നിന്റെ വീട്ടിൽ നീ ഇരുന്നിരുന്നാലും നിനക്ക് ഹദിയ കിട്ടുമോ? ഇവിടെ വെക്ക്. ആ ഹദിയ അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല, ഇവിടെ ബൈത്തുൽ മാലിൽ വെക്ക്. കാരണം ഈ മാർഗത്തിൽ നീ ഇറങ്ങിപ്പോയപ്പോൾ നിനക്ക് കിട്ടിയത്. പക്ഷെ അഴിമതിയുടെ അങ്ങനെയുള്ള കൃത്രിമങ്ങളുടെ എല്ലാ പഴുതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവസാനിപ്പിച്ചു. ബൈത്തുൽ മാൽ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കി. അതാണ് ബൈത്തുൽ മാൽ എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന്റെ പൊതു ഖജനാവ്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പൊതു ഖജനാവിന് പറയുന്ന, ട്രഷറിക്ക് പറയുന്ന പേരാണ് ബൈത്തുൽ മാൽ. ആ ബൈത്തുൽ മാലിൽ സക്കാത്ത് അടക്കണം. അടച്ചിട്ടില്ലെങ്കിൽ അത് ശരിയല്ല. വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് കൊടുക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പാടില്ല. ഇതാണല്ലോ ഇസ്ലാമിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ ശേഖരിക്കുകയും എന്നിട്ട് അത് അർഹതപ്പെട്ട ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, നേരത്തെ പറഞ്ഞ അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അത് വിനിയോഗിക്കപ്പെടുകയും ചെയ്തു. ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? 8 വിഭാഗം ആളുകളുണ്ടല്ലോ, നമ്മൾ കുറെ കേട്ടതാ, നമുക്കറിയുന്നതാ, ഓർമ്മപ്പെടുത്തുക മാത്രം. ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിബീന വഫീ സബീലില്ലാഹി വബിനി സബീലി ഫരീളത്തുൻ മിനല്ലാഹ്. 8 വിഭാഗം ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാം. അഥവാ 8 വിഭാഗം ആളുകൾ അതിന് അർഹരാണ്. 8 പേർക്കും കൊടുക്കണമെന്നല്ല. സക്കാത്ത് കിട്ടിയ കമ്മിറ്റിക്കാർ 8 കൂട്ടർക്കും കൊടുക്കണം. 8 കൂട്ടരെയും തെരഞ്ഞന്വേഷിച്ച് അടക്കുന്നില്ല. അതിൽ ഏറ്റവും പ്രസക്തമായതും ഏറ്റവും അർഹപ്പെട്ടതും ആരാണോ ഉള്ളത് അത് അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഈ 8 വിഭാഗത്തിനും അത് ഉപയോഗപ്പെടുത്താം. അതിൽ ഫക്കീർ ഉണ്ട്, മിസ്കീൻ ഉണ്ട്. പരമദരിദ്രനും അഗതിയും അഥവാ കാര്യങ്ങൾ ഒത്തുപോകാത്തവർ, അതാണ് മിസ്കീൻ. ഫക്കീർ എന്ന് പറഞ്ഞാൽ പരമദാരിദ്ര്യം. വൽ ആമിലീന അലൈഹ, സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ. സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ അതിനുവേണ്ടി പണിയെടുക്കുന്ന, അത് കളക്ട് ചെയ്യുന്ന, അതിന്റെ കണക്കുകൾ വെക്കുന്ന, അത് വിതരണം ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ട ആളുകൾ, അവർക്ക് സക്കാത്തിന്റെ ഭാഗമുണ്ട്. അവരുടെ ശമ്പളവും അവരുടെ കാര്യങ്ങളും സക്കാത്തിന് കൊടുക്കാം. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, ഇസ്ലാമിനോട് ആളുകൾ മനസ്സിണങ്ങുകയും ഇണക്കപ്പെടുകയും ചെയ്യുന്നവരോ ചെയ്യേണ്ടവരോ അവർക്ക് കൊടുക്കാം. വഫിർ റിഖാബി, അടിമത്ത സമ്പ്രദായം ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ ഇസ്ലാം ഉദ്ദേശിക്കുന്നു. അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുക്കാം. വൽ ഗാരിമീൻ, കടബാധിതർക്ക് കൊടുക്കാം. കച്ചവടമോ മറ്റോ പരിപാടികളെ വന്ന് കടം ബാധിച്ചു, ആ കടത്തിൽ നിന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടി കൊടുക്കാം. വഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാം. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിനും പ്രബോധനത്തിനും വേണ്ടി, അല്ലെങ്കിൽ ജിഹാദിന്റെ മാർഗത്തിലൊക്കെ സാമ്പത്തികം സംഗതി ആവശ്യമുണ്ട്, ഫണ്ട്, അതിനുവേണ്ടി സക്കാത്ത് നീക്കി വെക്കാം. വബിനി സബീലി, യാത്രക്കാരായ ആളുകൾക്ക് അവരുടെ യാത്രാവേളകളിൽ ആവശ്യമായ, അതിന് പുതിയ വ്യാഖ്യാനമുണ്ട്. പ്രവാസികളൊക്കെ മറ്റൊരു നാട്ടിൽ ചെന്ന് പെട്ട് അവർക്കൊരു സംഗതിയൊക്കെ ആയിത്തീരുന്നത് വരെ അവർക്ക് ജീവിക്കാൻ റൂം, ഭക്ഷണം, മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ, ഇവരൊക്കെ ഇബ്നു സബീലിൽ ഉൾപ്പെടുത്തിയിട്ട് ആധുനിക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സക്കാത്ത് കൊടുത്തിട്ട് അവരെ സഹായം. ഇതൊക്കെ യാത്രക്കാരാണ്. ഇങ്ങനെ 8 വിഭാഗം ആളുകൾ നോക്കൂ നിങ്ങൾ. ഇതിൽ അടിസ്ഥാനപരമായി സമൂഹത്തിൽ ഈ പറഞ്ഞ പല തരത്തിൽപ്പെട്ട ആളുകൾ, ഇവരെയൊക്കെ ഫക്കീർ, മിസ്കീന്, കടബാധിതൻ, അടിമ, ഇവരെയൊക്കെ ഉയർത്തി വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത് ഈ രൂപത്തിലാണ്. ഇങ്ങനെ ഈ രൂപത്തിൽ ഇത് നൽകുന്നത് കൊണ്ടും നൽകപ്പെടുന്നത് കൊണ്ടും ഇത് വിതരണം ചെയ്യപ്പെടുന്നത് കൊണ്ടും മാത്രമേ അത് സാധ്യമാകുള്ളൂ. അതാണ് ഇസ്ലാമിന്റെ സമ്പ്രദായം. അപ്പൊ ഇത് ഒറ്റക്കൊറ്റക്ക് കൊടുക്കുക എന്നുള്ള പരിപാടി ഇല്ല. ഖുദ് മിൻ അംവാലിഹിം സദഖത്ത്, അതല്ലേ, അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് പിടിച്ചെടുക്കാനാ പറഞ്ഞത്. നമുക്ക് വേഗം മനസ്സിലാകാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ടാക്സ് കൊടുക്കുമല്ലോ. ഇൻകം ടാക്സ് ഉണ്ട്, സെയിൽ ടാക്സ് ഉണ്ട്, ഇപ്പൊ വാറ്റ് ഉണ്ട്, നമുക്ക് പരിപാടികളൊക്കെ ഉണ്ട്. ഇതേ സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക വ്യവസ്ഥയിൽ സക്കാത്ത് എന്ന് പറയുന്നത്. അത് പിടിച്ചെടുക്കാം. മുആദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി യമനിലെ ഗവർണറായി നിയമിച്ചു. അദ്ദേഹം പറയുന്ന ഒരു പ്രസിദ്ധമായ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, യമനിലേക്ക് എന്നെ അയച്ചു അള്ളാഹുവിന്റെ പ്രവാചകൻ. എന്നിട്ട് പറഞ്ഞു, താങ്കൾ പോകുന്നത് അഹ്ലി കിതാബികളായിട്ടുള്ള വേദക്കാരായ ഒരു കൂട്ടറിലേക്കാണ്. അവിടെ ക്രൈസ്തവ സമൂഹമൊക്കെ ആയിരുന്നു. അപ്പൊ അവരോട് ചെന്നിട്ട് അവരോട് പറയണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം അവരോട് പറയണം.
അന്ന മുഹമ്മദ് റസൂലുള്ള അന്നി റസൂലുള്ള, അത് അവർ അംഗീകരിച്ചാൽ അവരോട് പറയണം 5 നേരത്തെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൽപ്പിച്ചിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് പറയണം. അതും അവർ അംഗീകരിച്ചാൽ ഫഇൻഹും അതാഉ ലിദാലിക ഫഅലിംഹും അന്നല്ലാഹ ഇഫ്തറള അലൈഹിം സ്വദഖതൻ, അല്ലാഹു തആല സകാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് അവരോട് പറയണം. തൂഖദു മിൻ അഗ്നിയായിഹിം വതുറദ്ദു അലാ ഫുഖറായിഹിം. ആ സകാത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ധനികനിൽ നിന്ന് എടുത്ത് വതുറദ്ദു ഫീ ഫുഖറായിഹിം, അവരുടെ ദരിദ്രർക്കിടയിൽ വിതരണം ചെയ്യുന്നത്, എടുത്തു കൊടുക്കണം. അല്ല നിങ്ങൾ അവരോട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നതല്ല. ഈ രീതിയിലാണ് സക്കാത്തിന്റെ സമ്പത്ത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താകുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? ഇപ്പൊ നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ, എല്ലാ വർഷവും ഈ സക്കാത്ത് വാങ്ങുന്ന കുറെ ആളുകൾ, അത് കാലാകാലം അവർ വാങ്ങുന്നു. ഇപ്പൊ നോമ്പൊക്കെ കഴിഞ്ഞാൽ നോമ്പ് സക്കാത്തും തമ്മിൽ ബന്ധമൊന്നുമില്ല, നമുക്കറിയാം. എന്നാലും നോമ്പ് കാലത്ത് ആളുകൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നു വീടുകൾ, പ്രത്യേകിച്ച് അവസാനത്തെ 10 ആളുകൾ ഇങ്ങനെ വീടാന്തരം കയറി ഇറങ്ങുന്നു, എന്നിട്ട് 5ഉം 10ഉം 100ഉം ഒക്കെ കൊടുക്കുന്ന ആളുകൾ. ഇത് യഥാർത്ഥത്തിൽ സക്കാത്താണ്. ഇത് ചക്കാത്ത് എവിടുന്നാണ്? നോക്ക്, ഈ മനുഷ്യന്റെ ഈ ഓശാരം കൊടുക്കുക എന്ന് പറഞ്ഞൊരു സംഗതിക്ക് ചക്കാത്ത് എന്നൊരു പേരുണ്ട്, ഒരു പ്രയോഗമുണ്ട്. നമ്മുടെ നാട്ടിലത് കുറവാണ്. കുറച്ചും കൂടി തെക്കൻ കേരളത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചക്കാത്ത് എന്ന് പറയും. എനിക്കെന്റെ ചക്കാത്ത് വേണ്ട. ഈ ചക്കാത്ത് എവിടുന്ന് വന്നത്? നമ്മളെ സക്കാത്തിനെയാണ് ഈ ചക്കാത്താക്കി മാറ്റിയിരിക്കുന്നത്. ഈ സക്കാത്തിനെ ചക്കാത്താക്കിയത് ആരാ? അവരല്ല, അത് നമ്മളാക്കിയതാ. നമ്മളിത് എങ്ങനെ ആക്കി? ഇതിങ്ങനെ മനുഷ്യൻ വീട് വീടാന്തരം തെണ്ടിയും കൈനീട്ടിയും യാചിച്ചും ആളുകൾ എന്തെങ്കിലും ഔദാര്യമായി ഓശാരമായി കൊടുക്കുന്ന നാണയ തുട്ടുകൾ, ഇതാണല്ലോ ചക്കാത്ത്. ഏറ്റവും മനോഹരമായൊരു സംവിധാനത്തെ ഏറ്റവും മോശപ്പെട്ട വൃത്തികെട്ട ഒരവസ്ഥയിലാക്കി. മാത്രമല്ല, സക്കാത്ത് വാങ്ങാൻ വേണ്ടി ഇനി ഈ വർഷവും കഴിഞ്ഞ വർഷവും വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മിക്കവാറും നമ്മൾ വായിക്കും, സക്കാത്ത് വാങ്ങാനുള്ള തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് പേര് ഭരിച്ചു. നോർത്ത് ഇന്ത്യയിലൊക്കെ, ബംഗാളിൽ, ബംഗ്ലാദേശ്, അങ്ങനെ പലയിടത്തൊന്നും വരും. 1 or 2 വലിയ മുതലാളി, അവിടെ ഭയങ്കര ബഹളവും തിക്കും തിരക്കും, ആളുകൾ മരിക്കുകയാണ് സക്കാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് മരിക്കുക. എന്നിട്ട് അതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് നാസ്തികരും നിരീശ്വരവാദികളും ഇസ്ലാം വിരുദ്ധരും ഒക്കെ കൂടി ഇസ്ലാമിന്റെ സംവിധാനത്തെയും പരിഹസിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതെന്താണ്? യാചന അവസാനിപ്പിക്കണം. ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടുക എന്ന് പറയുന്നത് മ്ലേച്ഛമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. മ്ലേച്ഛമായ കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണീയിട്ടുണ്ട്, വൃത്തികെട്ട കാര്യങ്ങളെന്ന്. അതിൽ പറഞ്ഞതാ ഒരാളുടെ മുമ്പിൽ കൈനീട്ടുക. കൈനീട്ടുന്നത് മോശം വൃത്തികെട്ട പണിയാണെന്ന്. പരലോകത്ത് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മഹ്ശറിലെ ആളുകൾ വരുമ്പോൾ മുഖത്ത് മാംസപേശിയില്ലാതെ വെറും എല്ലുകളുമായി കുറെ ആളുകൾ വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആരാണ് പ്രവാചകരെ എന്ന് ചോദിച്ചു. മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടി യാചിച്ചവർ എന്ന് പറഞ്ഞു. എത്ര മോശപ്പെട്ട സംഗതിയാ! ഈ യാചനക്ക് പ്രോത്സാഹനം കൊടുത്തിട്ട് മനുഷ്യന്റെ അന്തസ്സും അഭിമാനവും ഇടിച്ച് ഈ പറഞ്ഞ ചക്കാത്തും ഓശാരവും വാങ്ങാനുള്ള സാഹചര്യം ഏറ്റവും മനോഹരമായി മനുഷ്യന്റെ യാചന അവസാനിപ്പിച്ച്, അവന്റെ പട്ടിണി അവസാനിപ്പിച്ച്, ഏറ്റവും മാന്യമായി അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ച് അവനെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു സംവിധാനത്തെ കൊണ്ടുപോയിട്ട് ഈ കോലത്തിലാക്കിയിരിക്കുക നമ്മൾ. എന്നിട്ട് അതിന് പിന്നെ ഫത്വ. എവിടെ ഭരണകൂടം? എവിടെ ഭരണം ഇല്ലെങ്കിൽ ഇവിടെ പള്ളി ഉണ്ടാക്കൽ ഭരണകൂടത്തിന്റെ പണിയാ, ജുമാ നിലനിർത്തൽ ഭരണകൂടത്തിന്റെ പണിയാ, ബാങ്കും ഇഖാമത്തും നിലനിർത്തൽ ഭരണകൂടത്തിന്റെ പണിയാ, ഉത്തരവാദിത്ത പെരുന്നാൾ ഉറപ്പിക്കൽ ഭരണകൂടത്തിന്. ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇവിടെ. ഇതിനൊന്നും ഭരണകൂടമോ ഖലീഫയോ അമീറും മുഅ്മിനീനും ഒന്നും ആവശ്യമില്ലെങ്കിൽ, അതൊന്നും ഇല്ലെങ്കിൽ നമസ്കാരവും അതുപോലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വലിയും വിലായത്തും ഒക്കെ മറ്റു കാര്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ സക്കാത്ത് സംവിധാനത്തിൽ എന്തുകൊണ്ടത് പാടില്ല? അതിന്റെ പിന്നിൽ മറ്റൊക്കെ താല്പര്യങ്ങളാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ കടന്നു പോകുമല്ല. ഇത് ഈ സംവിധാനം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള സംവിധാനം. സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്തൊരവസ്ഥ. ഒരിക്കൽ വാങ്ങിയവന് 2 പ്രാവശ്യം വാങ്ങിയവന് പിന്നെ അത് വാങ്ങേണ്ടുന്ന അവസ്ഥ ഇല്ലാത്ത, 5 കൊല്ലം കഴിയുമ്പോൾ അവൻ സക്കാത്ത് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഒരാളുടെ പ്രശ്നം പരിഹരിച്ച് ഒരു മനുഷ്യനെ ഉയർത്തി, അടുത്ത വർഷം 2 പേരെ ഉയർത്തി, 4 പേരെ ഉയർത്തി, അല്ലേ? അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ കേരളത്തിൽ വലിയ മാതൃക നൽകിയിട്ടുള്ള ഒരു പ്രദേശത്ത് നമ്മൾ ജീവിക്കണം. ഈ ശാന്തപുരം മഹല്ല് എന്നൊക്കെ പറഞ്ഞ കേരളത്തിൽ തന്നെ ഈ സക്കാത്ത് സംവിധാനത്തിന്റെ മനോഹരമായ രൂപം കാണിക്കുകയും വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുള്ള, മാതൃകകൾ കാണിക്കുകയും ചെയ്തിട്ടുള്ള നാടാണ്. പക്ഷെ നമ്മളൊന്ന് അഭിമാനത്തോടു കൂടി ഒന്നുകൂടി ഓർത്തു പറയുന്നു എന്ന് മാത്രം. മനുഷ്യനെ അവന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച്, അവന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ച് അവനെ ഉയർത്തി വളർത്തിക്കൊണ്ടുവരിക, അതാണ് സാമ്പത്തിക നീതി എന്ന് പറഞ്ഞാൽ. അതിനാണ് സക്കാത്ത്. അതിനെ ആ രൂപത്തിൽ കണ്ട് പരമാവധി അപ്പൊ സംഘടിത സക്കാത്ത് സംവിധാനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം. എന്നിട്ട് നമ്മുടെ അതുമായിട്ട് സഹകരിച്ച് നമ്മുടെ ഒരു പ്രദേശത്ത്, മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് സക്കാത്ത് കൊണ്ട് മാത്രം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്നൊരു ചുറ്റുപാടിലേക്ക്, ഒരവസ്ഥയിലേക്ക്. അവിടെ വീടില്ലാത്ത ഒരാളില്ല, അവിടെ ചികിത്സക്ക് വകയില്ലാത്ത ഒരാളില്ല, അവിടെ പഠിക്കാൻ മാർഗമില്ലാത്ത ഒരു വിവരവും ബുദ്ധിയുമുള്ള ഒരു കുട്ടി പഠിക്കാൻ വഴിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നില്ല.
അവിടെ ഒരു ചെറുകിട ജീവിത മാർഗങ്ങൾക്ക് എന്തെങ്കിലും മാർഗം കിട്ടാതെ, ഒരു ഓട്ടോറിക്ഷ കിട്ടാതെ, ഒരു തയ്യൽ മെഷീൻ കിട്ടാതെ, ഒരു പശുവിനെ കിട്ടിയാൽ ജീവിക്കാൻ പറ്റുന്ന ഒരാൾ അത് കിട്ടാതെ അവിടെ നടക്കുന്നില്ല. ഇങ്ങനെ മനുഷ്യരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ച് മനുഷ്യന്റെ അന്തസ്സുയരെ അവിടെ യാചിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളില്ല. അവിടെ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരവസ്ഥയില്ലെന്ന് ഉറപ്പുവരുത്തുക. മനുഷ്യന്റെ അന്തസ്സും അഭിമാനവും ഉയർത്തുന്ന സംവിധാനം, അതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണ്. അങ്ങനെ അത് നടപ്പിലാക്കിയപ്പോഴേ നമുക്കറിയാം, ഈ പറഞ്ഞ മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യമനിൽ നിന്ന് സക്കാത്ത് പിരിച്ച് മദീനയിലേക്ക് അയക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണിത്? അവിടെയാണ് കൊടുക്കേണ്ടത്, അവിടുത്തെ സക്കാത്ത് അവിടെ, എന്തിനാ ഇങ്ങോട്ട്? ഇവിടെ സക്കാത്ത് വാങ്ങാൻ ആളില്ല, ഇവിടെ സക്കാത്ത് വാങ്ങാൻ ആളില്ല. ഈ സക്കാത്ത് സംവിധാനം വളരെ വ്യവസ്ഥാപിതമായി നടപ്പിലാക്കിയപ്പോ ഇപ്പറഞ്ഞ ഫക്കീറില്ല, മിസ്കീനില്ല, ഗാരിബില്ല, ഈ പറഞ്ഞ ഒന്നുമില്ലാത്തത് കൊണ്ട് അങ്ങ് തലസ്ഥാനത്തേക്ക് അയച്ചു എന്ന് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ചരിത്രമാണ്. പിന്നെയും ആവർത്തിച്ചു. 100 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സക്കാത്ത് വാങ്ങാൻ ആളില്ല. അപ്പോഴേക്ക് ഇസ്ലാമിക രാഷ്ട്രം അങ്ങ് വികസിച്ച് ആഫ്രിക്ക വരെ എത്തിയിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ അടിമകളുണ്ടോ എന്ന് നോക്കൂ. കാരണം സക്കാത്ത് കൊണ്ട് അടിമകളെ മോചിപ്പിക്കാൻ അതിൽ മാറ്റിവെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അടിമകളുണ്ടെങ്കിൽ അവരെ മോചിപ്പിച്ച് വിടൂ എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. എത്ര സുന്ദരമാണ് ഈ വ്യവസ്ഥ, നിങ്ങൾ നോക്കൂ, എത്ര സുന്ദരമായ സംവിധാനം. അതിനെയാണ് നേരത്തെ പറഞ്ഞ രൂപത്തിലാക്കിയിരിക്കുന്നത്. നമുക്കതിൻ്റെ പൂർണ്ണമായ ചൈതന്യത്തോടെ അതിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇസ്ലാമിക വ്യവസ്ഥയും അമീറും അമീറുൽ മോമിനീൻ ഖിലാഫത്തൊക്കെ വേണം. പക്ഷേ അവസ്ഥയിലല്ല നമ്മൾ ജീവിക്കുന്നത്. എന്നാലും അതില്ലാത്ത അവസ്ഥയിലും നമ്മുടെ കാര്യങ്ങളൊക്കെ പരമാവധി പൂർത്തീകരിക്കാൻ വേണ്ടി, പൂർണ്ണമായ രൂപത്തിൽ നടത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ടല്ലോ. ഈ പറഞ്ഞ സംഗതികളൊക്കെ, പള്ളിയും പരിപാടി സംഗതികളൊക്കെ നമ്മൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ സക്കാത്തും ഏറ്റവും നല്ല രൂപത്തിൽ നടത്തുക. അതിന്റെ ഒരു ഫിഖ്ഹും അതിനെതിരല്ല, ഒരു ഫിഖ്ഹും ഇത് സംഘടിതമായിട്ട് ഏൽപ്പിക്കുന്നതിനെതിരല്ല. എങ്ങനെ നോക്കിയാൽ ഒരാളെ വക്കാലത്ത് ഏൽപ്പിക്കാൻ ഒരു ഫിഖ്ഹും എതിരല്ലോ. എൻ്റെ സക്കാത്ത് ഞാൻ വിതരണം ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു, ഉത്തരവാദപ്പെട്ടവരാണ്. അതൊരു കമ്മിറ്റിയാണെങ്കിൽ, അതിൻ്റെ ഒരു പ്രസിഡന്റ് ആണെങ്കിൽ അത് ആ ഉത്തരവാദപ്പെട്ട ആളാണ്. ഏത് ഫിഖ്ഹ് വെച്ചിട്ടും സംഘടിതമായിട്ട് ഇത് വിതരണം ചെയ്യാനും ഇത് നിർവഹിക്കാനും സാധിക്കും. അതിന് ആ രൂപത്തിൽ തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഏറ്റവും നല്ല മാതൃകകൾ ഇനിയും നമ്മുടെ പ്രദേശത്ത് ഇത്തരം സംവിധാനങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഈ സ്തംഭം സ്ഥാപിച്ച് നിലനിർത്തുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനായി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون نوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിലൂടെ നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴെപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഒരു 2 വെള്ളിയാഴ്ച ഇപ്പോൾ നമുക്ക് അള്ളാഹു തആല തന്നു. നടുവിലെ 10 നമ്മളെത്തി. ഒരുപക്ഷെ മഗ്ഫിറത്തിൻ്റെ 10 എന്നൊക്കെ പറയും, ചില ഹദീസുകളിൽ അങ്ങനെയൊക്കെ ഉണ്ട്. മഗ്ഫിറത്തിൻ്റെ 10, റഹ്മത്തും കഴിഞ്ഞ് മഗ്ഫിറത്തിലേക്ക് എത്തിയിരിക്കുന്ന 10 ഇതിൻ്റെ ദിനരാത്രങ്ങളെ നഷ്ടപ്പെടാതെ ഉപയോഗപ്പെടുത്തുക. ഒന്ന് ആലോചിച്ചു, 10, 12, 13 ദിവസം കഴിഞ്ഞില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ബാക്കി ദിവസങ്ങൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് മിമ്പറിൽ നിന്ന് പറയാണ്. അതായത് മഞ്ചേരിയിൽ നമ്മുടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു സേവന കേന്ദ്രം, സോളിഡാരിറ്റിയുടെ ഒരു സേവന കേന്ദ്രമുണ്ട്. ഒരുപാട് മനുഷ്യർ, പാവപ്പെട്ടവരാണല്ലോ, കഷ്ടപ്പെടുന്നവരാണല്ലോ അവിടെ സാധാരണഗതിയിൽ എത്തുക. അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടും അവർക്ക് മരുന്ന് കൊടുത്തിട്ടും ചികിത്സക്ക് ആവശ്യമായ മറ്റു സൗകര്യങ്ങൾ കൊടുത്തിട്ടും അവർക്ക് സേവനം വലിയ അർത്ഥത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രമാണ് സേവന കേന്ദ്രം, സോളിഡാരിറ്റി സേവന കേന്ദ്രം എന്ന് പറയുന്നത്. അതിന് വരുമാനം എന്താ വെച്ചാൽ നമ്മളെപ്പോലുള്ള ആളുകൾ അതിൽ സഹകരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ പള്ളിയിൽ അതിൻ്റെ ഒരു കളക്ഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കരുതി വരണം, അതിനോട് സഹകരിക്കണം. അത് ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക് ഏറ്റവും ഉപകാരമുള്ള ജനസേവനം അതിൻ്റെ ഒരു സംഗതിയാണ്. ഈ റമദാനിൽ ഇത്തരം സൽക്കർമ്മങ്ങളിൽ കൂടുതൽ നമ്മൾ വ്യാപൃതരാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങൾ അനുഗ്രഹിക്കണം തമ്പുരാൻ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ നാഥ.
ഈ പരിശുദ്ധ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഇതിൻ്റെ അനുഗ്രഹങ്ങൾ വാരി കോരിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഈ റഹ്മാനിൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ നാഥ. ഞങ്ങൾക്ക് ദീർഘായുസ്സ് നൽകണേ തമ്പുരാനെ, ആരോഗ്യം നൽകണേ നാഥ, മനഃശാന്തിയും സമാധാനവും നൽകണേ തമ്പുരാനെ. താങ്ങാനാവാത്ത രോഗങ്ങളാൽ ഞങ്ങളെ പരീക്ഷിക്കരുതേ നാഥ, വേദനയാൽ ഞങ്ങളെ പരീക്ഷിക്കരുതേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവർക്ക് നിന്നിലേക്ക് യാത്ര തിരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരുണ്ട്, സഹോദരി സഹോദരന്മാരും, ഞങ്ങളുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ ഖബറിന് സ്വർഗത്തിൻ്റെ ഒരു കവാടം തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ ബർസഖി ജീവിതം സ്വർഗീയമായ ഒരു അനുഭൂതി നിറഞ്ഞതാക്കി തീർക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين. أخذ الصلاة.